എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത്? ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9-നാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത്. ഏത് പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്? ഏത് പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്? 1946-ലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി. 1946-ലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്. ഭരണഘടനാ അസംബ്ലിയിൽ തുടക്കത്തിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? ഭരണഘടനാ അസംബ്ലിയിൽ തുടക്കത്തിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389. ഭരണഘടനാ അസംബ്ലിയിൽ തുടക്കത്തിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഭരണഘടനാ അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? HC മുഖർജി. HC മുഖർജി ആയിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ്. ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായത്. ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എപ്പോഴാണ് ഭരണഘടനാ അസംബ്ലി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്? എപ്പോഴാണ് ഭരണഘടനാ അസംബ്ലി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്? 1947 ജനുവരി 22-ന്. 1947 ജനുവരി 22-നായിരുന്നു ഭരണഘടനാ അസംബ്ലി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ്? ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ്? 1949 നവംബർ 26. 1949 നവംബർ 26-നായിരുന്നു ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. 1950 ജനുവരി 24-നായിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സമ്മേളനം നടന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? 12. ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഭരണഘടനാ രൂപീകരണത്തിനായി എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ രൂപീകരണത്തിനായി എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 22. ഭരണഘടനാ രൂപീകരണത്തിനായി 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫർ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫർ ആരായിരുന്നു? പ്രേം ബിഹാരി നരേൻ റൈസാദ. പ്രേം ബിഹാരി നരേൻ റൈസാദയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫർ.
ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങൾക്ക് എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങൾക്ക് എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു? 93. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങൾക്ക് 93 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണത്തിന് മാതൃകയായ രേഖ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണത്തിന് മാതൃകയായ രേഖ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണത്തിന് മാതൃകയായ രേഖ. ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? വർഗീയ സംഘർഷവും വിഭജനവും. വർഗീയ സംഘർഷവും വിഭജനവുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി. ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനാ അസംബ്ലി അവതരിപ്പിച്ച ആശയം ഏത്? ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനാ അസംബ്ലി അവതരിപ്പിച്ച ആശയം മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളായിരുന്നു ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനാ അസംബ്ലി അവതരിപ്പിച്ച ആശയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കരട് തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കരട് തയ്യാറാക്കിയത്. ആമുഖം ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ആമുഖം ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആമുഖം ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ആശയങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് തീയതിയിലാണ് അംഗീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് തീയതിയിലാണ് അംഗീകരിച്ചത്? 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അംഗീകരിച്ചത്. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത്. ആമുഖത്തിലെ ഏത് പദമാണ് 1976 42-ാം ഭേദഗതിയിലൂടെ ചേർത്തത്? ആമുഖത്തിലെ ഏത് പദമാണ് 1976 42-ാം ഭേദഗതിയിലൂടെ ചേർത്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇൻ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്നിവയാണ് 1976 42-ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ചേർത്തത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടത് ഏത് കേസിന് ശേഷമായിരുന്നു? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടത് ഏത് കേസിന് ശേഷമായിരുന്നു? 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിന് ശേഷമായിരുന്നു ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടത്. ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വമെന്ന നിലയിൽ ആമുഖത്തിൻ്റെ പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ച കേസ് ഏതാണ്? ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വമെന്ന നിലയിൽ ആമുഖത്തിൻ്റെ പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ച കേസ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസാണ് ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വം എന്ന നിലയിൽ ആമുഖത്തിൻ്റെ പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ച കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭരണഘടനയുടെ ഏത് ഭാഗമാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗമാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2. ഭരണഘടനയുടെ ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ പൗരത്വത്തിനുള്ള വ്യവസ്ഥ വിശദമാക്കിയിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ പൗരത്വത്തിനുള്ള വ്യവസ്ഥ വിശദമാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകൾ പ്രകാരമാണ് ഇന്ത്യൻ പൗരത്വത്തിനുള്ള വ്യവസ്ഥ വിശദമാക്കിയിരിക്കുന്നത്. പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും നിയന്ത്രിക്കാൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും നിയന്ത്രിക്കാൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും നിയന്ത്രിക്കാൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ആർട്ടിക്കിൾ. ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കുറഞ്ഞത് എത്ര കൊല്ലം ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കണം? ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കുറഞ്ഞത് എത്ര കൊല്ലം ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കണം? 5 വർഷം. ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കുറഞ്ഞത് 5 കൊല്ലം ഇന്ത്യയിൽ സ്ഥിരമായി താമസിച്ചിരിക്കണം. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരത്വം എടുക്കാൻ എത്ര മാർഗങ്ങളുണ്ട്? 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരത്വം എടുക്കാൻ എത്ര മാർഗങ്ങളുണ്ട്? 5. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരത്വം എടുക്കാൻ 5 മാർഗങ്ങളാണുള്ളത്. ഇന്ത്യ ഒറ്റ പൗരത്വം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇന്ത്യ ഒറ്റ പൗരത്വം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇംഗ്ലണ്ട്. ഇന്ത്യ ഒറ്റ പൗരത്വം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. മൗലികാവകാശ ലംഘനമുണ്ടായാൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം? മൗലികാവകാശ ലംഘനമുണ്ടായാൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം? ആർട്ടിക്കിൾ 32. മൗലികാവകാശ ലംഘനമുണ്ടായാൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം? ആർട്ടിക്കിൾ 226. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയുമായാണ് സാമ്യമുള്ളത്? അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയുമായാണ് സാമ്യമുള്ളത്? മൗലികാവകാശങ്ങൾ. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായാണ് സാമ്യമുള്ളത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞത്? 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞത് സ്വത്തവകാശം. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തുകളഞ്ഞത് സ്വത്തവകാശത്തെയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ 368. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മാത്രമായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്? മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മാത്രമായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത് റിട്ടുകൾ. റിട്ടുകളാണ് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മാത്രമായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. മൗലിക കടമകൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക കടമകൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 51A. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം ഏത്? ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന്
അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം? ആർട്ടിക്കിൾ 32, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 32നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. 1976 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലാണ് ഇന്ത്യയുടെ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത്? 1976 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് ഇന്ത്യയുടെ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത്? 42. 1976 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ഭരണഘടനയുടെ 42ാം ഭേദഗതിയെയാണ് ഇന്ത്യയുടെ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അയർലൻഡ്. അയർലൻഡിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള തീരുമാനം ഏത് അനുസരിച്ചാണ്? ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള തീരുമാനം ഏതനുസരിച്ചാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള തീരുമാനം ഏതനുസരിച്ചാണ്? നിർദ്ദേശക തത്വങ്ങൾ അനുസരിച്ചാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം? നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയിൽ എത്ര മൗലിക കടമകളുണ്ട്? ഭരണഘടനയിൽ എത്ര മൗലിക കടമകളാണുള്ളത്? 11. ഭരണഘടനയിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. ഇന്ത്യൻ ഭരണഘടന 6 മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.